നമസ്കാരം. നാളെ വിജയ് കേരളത്തിൽ വരുമോ? തമിഴ്നാട് മുഖ്യമന്ത്രിയായി അധികാരമേറ്റതിന് ശേഷം കേരളത്തിലെ UDF സർക്കാർ അധികാരമേൽക്കുന്ന ചടങ്ങിൽ വിജയ് വരുമോ എന്നുള്ള ആകാംക്ഷ കേരളത്തിൽ പൊതുവായി ഉയർന്നിട്ടുണ്ട്. പലയിടങ്ങളിൽ നിന്നും ഈ ചോദ്യം ഉയർന്നു കേൾക്കുകയുണ്ടായി. അതിനുള്ള ഉത്തരം ആണ് നിങ്ങളോട് പങ്കുവയ്ക്കാൻ പോകുന്നത്. വിജയ് വരുമോ ഇല്ലയോ എന്നതിനെ സംബന്ധിച്ച് ഇതുവരെ ഉറപ്പായിട്ടില്ല. അതിനെ സംബന്ധിച്ച് ഒരു സ്ഥിരീകരണം നടത്തേണ്ട വ്യക്തിയുടെ പ്രതികരണം തന്നെ പുറത്തു വന്നിട്ടുണ്ട്. സംസ്ഥാന DGP ആയിട്ടുള്ള റവാഡ ചന്ദ്രശേഖരൻ അല്പം മുമ്പ് മാധ്യമങ്ങൾക്ക് മുന്നിൽ വിജയ് വരുമോ ഇല്ലയോ എന്ന ചോദ്യത്തെ സംബന്ധിച്ച് ഔദ്യോഗികമായി ഇതുവരെ ഒരു അറിയിപ്പും കിട്ടിയിട്ടില്ല എന്നതിനെ സംബന്ധിച്ച് ഒരു സ്ഥിരീകരണ മറുപടി പറഞ്ഞിട്ടുണ്ട്. കേട്ടെ. തമിഴ്നാട് മുഖ്യമന്ത്രി വിജയ് വരുന്ന കാര്യത്തിൽ എന്തെങ്കിലും അന്തിമമായിട്ടുള്ള ഒരു കൺഫർമേഷൻ ഇതുവരെ ആയിട്ട് അത് കൺഫർമേഷൻ കിട്ടിയിട്ടില്ല ഇപ്പോൾ പറയാം. അതിന്റെ കൂടെ ഞങ്ങൾ ആക്ച്വലി വി ആർ സ്റ്റിൽ ഇൻ ടച്ച് വിത്ത് ദെയർ റെസ്പെക്ട് ഓഫീസേഴ്സ്. അതിന് കിട്ടിയ ശേഷമാണ് അറിയിക്കാൻ ഞങ്ങൾ. താങ്ക് യു. അതെ, ആ രണ്ട് കാര്യങ്ങളാണ് ചെയ്തത്. കേട്ടല്ലോ. തമിഴ്നാട്ടിൽ വലിയ ആവേശം ഉയർത്തിക്കൊണ്ട് വിജയ് മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തതിന് ശേഷം അതിന്റെ അലയൊലികൾ കേരളത്തിൽ കൂടി വന്ന് ആഞ്ഞടിച്ച് അതിന്റെ ഒരു ആവേശത്തിലാണ് ഇപ്പോൾ കേരളത്തിലെ യുവത്വങ്ങളും ഒപ്പം തന്നെ നിരവധി വിജയ് ആരാധകരും. ആ നിലയ്ക്ക് വിജയുടെ വരവിനെ കൂടുതൽ ആഘോഷമാക്കുന്നുണ്ട്, അല്ലെങ്കിൽ വരുന്നു എന്നുള്ള വാർത്ത പുറത്തേക്ക് വന്നപ്പോൾ വലിയ ആവേശം ഇവർക്കുണ്ടായിട്ടുണ്ട്. ഇതിന് കാരണമെന്ന് പറഞ്ഞാൽ കേരളത്തിൽ മുഖ്യമന്ത്രിയായിട്ട് VD സതീശൻ സത്യപ്രതിജ്ഞ ചെയ്യുന്നു, അല്ലെങ്കിൽ UDF സർക്കാർ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കുന്ന ചടങ്ങിലേക്ക് കേരളത്തിൽ നിന്ന് തൊട്ടയൽ സംസ്ഥാനങ്ങളായിട്ടുള്ള തമിഴ്നാട്, കർണാടക, തെലങ്കാന തുടങ്ങിയ സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാർക്ക് ഔദ്യോഗിക ക്ഷണം കൊടുത്തിട്ടുണ്ടായിരുന്നു. ആ ഔദ്യോഗിക ക്ഷണം സ്വീകരിച്ചുകൊണ്ട് ഈ ചടങ്ങിലേക്ക് പങ്കെടുക്കാൻ വിജയ് എത്തുമോ എന്നതിനെ സംബന്ധിച്ചാണ് ഈ ആകാംക്ഷ ഉടലെടുത്തത്. വിജയ് വരുമെന്നുള്ള ഒരു പ്രചരണം പുറത്തേക്ക് പോയതോടുകൂടി എല്ലാവരും വലിയ ആകാംക്ഷയിലാണ്, എല്ലാവരും വലിയ കൗതുകത്തിലാണ്. പക്ഷേ സംസ്ഥാന DGP തന്നെ പറയുന്നുണ്ട്, ഇതുവരെ തമിഴ്നാട് പോലീസിൽ നിന്ന് അല്ലെങ്കിൽ DGPയിൽ നിന്ന് ഔദ്യോഗികമായി മുഖ്യമന്ത്രി ഈ നാട്ടിലേക്ക് വരുന്നു എന്നതിനെ സംബന്ധിച്ച് ഒരു സ്ഥിരീകരണവും ലഭിച്ചിട്ടില്ല. ഇവിടത്തെ പോലീസ് സേന അവരുമായിട്ട് ഈ വിഷയത്തിൽ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെ അവസാന നിമിഷങ്ങളിലെങ്ങാനും ഇവിടത്തെ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പങ്കെടുക്കാൻ വിജയ് തീരുമാനിക്കുന്നു എന്നുള്ളതൊക്കെ ഇനി വരും മണിക്കൂറിൽ നടക്കാനുള്ള ട്വിസ്റ്റ് ആണെന്ന് പറയേണ്ടി വരികയാണ്. എന്തായാലും ഇതുവരെ തമിഴ്നാട്ടിൽ നിന്ന് ഔദ്യോഗികമായി കേരള പോലീസിനോ DGPക്കോ മുഖ്യമന്ത്രിയുടെ സന്ദർശനത്തെ സംബന്ധിച്ച് അല്ലെങ്കിൽ മുഖ്യമന്ത്രി ഈ ഔദ്യോഗിക പരിപാടിയിൽ പങ്കെടുക്കുന്നു എന്നതിനെ സംബന്ധിച്ച് ഒരു സ്ഥിരീകരണം ലഭിച്ചിട്ടില്ല എന്നതാണ് പുറത്തു വരുന്ന വിവരം. അപ്പോ ആകാംക്ഷയോടുകൂടി കാത്തിരിക്കാൻ ഇനിയും മണിക്കൂറുകളുണ്ട്. നാളെ വൈകുന്നേരം, നാളെ ഉച്ചയ്ക്ക് ശേഷമാണ് തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ UDF സർക്കാരിന്റെ അല്ലെങ്കിൽ VD സതീശൻ മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യുന്ന വേദി നിലവിൽ സജ്ജീകരിച്ചിരിക്കുന്നത്. ആ വേദിയിലേക്ക് വിജയ് കൂടി വരികയാണെങ്കിൽ ഇപ്പോൾ തന്നെ 15,000 പേർക്ക് മാത്രമാണ് അതിനകത്ത് എൻട്രി. അവിടെ എത്തുന്നവർക്ക് പാസ് കൊടുത്താണ് പ്രവേശനം അനുവദിച്ചിട്ടുള്ളത്. അങ്ങനെ ഒരു പക്ഷേ വിജയ് കൂടി വരാൻ തയ്യാറാവുകയാണെങ്കിൽ അല്ലെങ്കിൽ തീരുമാനമെടുക്കുകയാണെങ്കിൽ മിക്കവാറും നാളെ തലസ്ഥാന നഗരം ജനത്തിരക്ക് അല്ലെങ്കിൽ ഈ ജനസമുദ്രമായി മാറുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. പക്ഷേ ഔദ്യോഗികമായ സ്ഥിരീകരണം വരാത്തത് കൊണ്ട് ആ ചോദ്യത്തിന് ഇപ്പോഴും കൃത്യമായി ബന്ധപ്പെട്ട അധികൃതർക്ക് തന്നെ കൃത്യമായിട്ടുള്ള ഉത്തരം നൽകാൻ പറ്റാത്തൊരവസ്ഥയുണ്ട്. എന്തായാലും അവസാന നിമിഷത്തിലേക്ക് എല്ലാവരും ഉറ്റുനോക്കുകയാണ്. ഇനി പൊടുന്നനെ വിജയ് തീരുമാനിക്കുകയാണ് സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പങ്കെടുക്കാമെന്ന് കരുതുകയാണെങ്കിൽ നാളത്തെ സത്യപ്രതിജ്ഞാ ചടങ്ങിന്റെ ലെവൽ മാറുമെന്ന് ഇപ്പോഴും ഉയർന്നിരിക്കുന്ന ഈ ആകാംക്ഷ തെളിയിക്കുകയാണ്.